ഹലോ, എന്നോട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്ന കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്നെ തോരൻ വെക്കണ്ടേനെ. അപ്പം ഞാൻ നോക്കിയപ്പം വെണ്ടയ്ക്ക കുറച്ച് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വെണ്ടയ്ക്ക തോരൻ വെച്ചാലോ എന്ന്. അപ്പോഴാണ് ഞാൻ പണ്ടത്തെ ഒരു കാര്യം ഓർത്തത്. പണ്ട് എനിക്ക് ഒട്ടും വെണ്ടയ്ക്ക ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. എന്നാ അതിൻ്റെ ഒരു വഴുവഴുപ്പില്ലേ, അത് കാരണം തന്നെ എനിക്ക് പണ്ട് ഒട്ടും വെണ്ടയ്ക്ക തോരൻ ഇഷ്ടമേ അല്ലായിരുന്നു, ഒന്നും ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ ആണെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വേറൊരു ഗുട്ടൻ സയൻസ് ഒരു സീക്രട്ട് എനിക്ക് മനസ്സിലായത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, എന്നാലും ഞാൻ ജസ്റ്റ് പറയാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളിവിടെ ഓൾറെഡി വെണ്ടയ്ക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്ക, സവോള, ഇതൊക്കെ മുളക്, ഇതൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് തേങ്ങയും ചിരണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം അധികം തേങ്ങയില്ല, കുറച്ച് തേങ്ങയേ ഉള്ളൂ. അധികം തേങ്ങ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ആർക്കും ഇഷ്ടമല്ല. കുറച്ച് തേങ്ങ ഇടുന്നു കേട്ടോ. ആദ്യമായിട്ട് ഞാൻ വെണ്ടയ്ക്ക തോരൻ വെച്ചപ്പോഴേ അതിൻ്റെ കാര്യം ഇപ്പം തന്നെ എനിക്ക് ഓർമ്മിപ്പിക്കല്ലേ പൊന്നേ എന്ന് പറയുന്ന ആ ഒരവസ്ഥയാണ്. സാധാരണ ഞാൻ സാധാരണ തോരൻ വെക്കുന്ന പോലെ തന്നെയാണെന്ന് വിചാരിച്ച് ഞാനാണെങ്കിൽ അതുപോലെ തന്നെ നല്ല മൂടിയൊക്കെ വെച്ച് അങ്ങനെ വെച്ച് കേട്ടോ. എൻ്റെ പൊന്നെ തുറന്നു നോക്കിയപ്പോഴല്ലേ, ഞാനതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, എല്ലാവർക്കും അറിയാമായിരിക്കില്ല എങ്ങനെയായിരുന്നു ഇരിക്കുമെന്ന്. അപ്പം നമ്മൾ ചീനച്ചട്ടിക്കകത്ത് കേട്ടോ തോരൻ വെക്കുന്നത്. അപ്പം നമ്മൾ ചീനച്ചട്ടി വെച്ചു, അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഇട്ടു, കടുകിട്ടു. സാധാരണ പോലെ തന്നെ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം ഞാൻ ഈ വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ മഞ്ഞൾപ്പൊടി ഇടുക കേട്ടോ, അല്ലാണ്ട് വെണ്ടയ്ക്ക വെച്ച് കഴിഞ്ഞിട്ടല്ല ഇടുന്നത്. ഗ്യാസിലൂടെ കിടന്ന് ഭയങ്കര പരിപാടി, അതിൻ്റെ ഒച്ച ഇടയ്ക്ക് കേൾക്കുന്ന കേട്ടോ. അപ്പം വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ മഞ്ഞൾപ്പൊടി ഇടും കേട്ടോ, അല്ലാണ്ട് വെണ്ടയ്ക്ക ഇട്ട് കഴിഞ്ഞിട്ടല്ല ഇടുന്നത്. കാരണം അമ്മ പറഞ്ഞ ഒരു ട്രിക്കാട്ടോ, വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ മഞ്ഞൾപ്പൊടി ഇടുവാണെങ്കിൽ കുറച്ചൊരു നല്ല കളറ് കിട്ടുമെന്ന് അമ്മ എന്നോട് പറഞ്ഞു തന്നെ. അപ്പോൾ ഞാൻ പരീക്ഷിച്ച് നോക്കിയപ്പോൾ അത് ശരിയാണെന്ന് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഞാനെപ്പോഴും ഈ മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ അത് ഈ വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് തന്നെ ഇടും തോരനൊക്കെ. അപ്പോൾ ആണെങ്കിൽ നല്ലൊരു കളറ് കിട്ടും. അപ്പോൾ നമ്മൾ കടുകിട്ടു കേട്ടോ. കടുക് അധികമൊന്നും ഇട്ടില്ല, കുറച്ചേ ഇട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടു ആവശ്യത്തിന്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് ഇളക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും കേട്ടോ പെട്ടെന്ന്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. വെണ്ടയ്ക്ക അരിഞ്ഞതും സവോളയും ഇതൊക്കെ ഞാൻ സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് ഇടാൻ വേണ്ടിയിട്ട്. വെണ്ടയ്ക്കകത്ത് ഓൾറെഡി ഉപ്പിട്ടായിരുന്നു കേട്ടോ കുറച്ച്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഇട്ടാൽ മതി. അപ്പം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെണ്ടയ്ക്ക തോരൻ ഉണ്ടാക്കുമ്പം നമ്മൾ നല്ലോണം ഇളക്കണം. അതാണെങ്കിൽ നമ്മൾ മൂടി വെക്കാൻ പാടില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, ഞാൻ ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിലോ എന്ന് വിചാരിച്ച് പറയുന്നത് കേട്ടോ. ആദ്യം നമ്മൾ തേങ്ങ ഇടുന്നില്ല കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ടേ തേങ്ങയുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും അതുകൊണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഈ വെണ്ടയ്ക്കയും ഇതൊക്കെ ഇട്ടതിന് ശേഷം നല്ലോണം ഇളക്കുക. മൂടി വെക്കാനേ പാടില്ല, മൂടി വെച്ചിട്ടുണ്ടെങ്കിലാണ് ഈ ഇഴുക്കൽ വരുന്നത് ഈ വെണ്ടയ്ക്കയ്ക്ക്. അപ്പം ഞാൻ എവിടെയോ ആരോ പറയുന്നത് കേട്ടോ. അമ്മയും പറഞ്ഞു എന്നോട്, ഫസ്റ്റ് വെണ്ടയ്ക്ക കുളമായപ്പോൾ അമ്മ പറഞ്ഞു തന്നു, ഇങ്ങനെയല്ല മോള് വെണ്ടയ്ക്ക തോരൻ വെക്കേണ്ടത് എന്ന്. വേണ്ട, ഇത് ചൂടാകുന്നതിന് ഇതിൻ്റെ ആ ഇഴുക്കൽ വെണ്ടയ്ക്കേൻ്റെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ അത് ഇളക്കിക്കൊണ്ടേ ഇരിക്കും, ഇത് അടി പിടിക്കും. ഈ ഇഴുകുന്ന സംഭവം അടി പിടിക്കും. നേരത്തെ ഞാൻ കരിയാപ്പില ഇട്ടില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഇപ്പം കരിയാപ്പില ഇടുക, ഇപ്പോഴാണ് ഇടുന്നത്, നേരത്തെ ഇടാൻ മറന്നുപോയി. അപ്പം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും, അടി പിടിക്കും. ഒന്നാമത് ഈ ചീനച്ചട്ടി അധികം കട്ടിയില്ലാത്ത ചീനച്ചട്ടിയും കൂടി ആയതുകൊണ്ട് ഇളക്കി എൻ്റെ ഊപ്പാട് ഇളക്കി കേട്ടോ. ഇതാണെങ്കിൽ പെട്ടെന്ന് ആ വഴുവഴുപ്പുള്ള ആ സംഭവമാണെങ്കിൽ ഇത് അടി പിടിക്കും. അങ്ങനെ ഞാൻ ഇളക്കി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ആക്സൽ അവിടെ കിടന്ന് തകൃതിയായ കാറലും കൂവലും കുരുത്തക്കേടും നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആണെങ്കിൽ എനിക്ക് അവനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവൻ എൻ്റെ ഇതിലെ കൂടെ നടപ്പുണ്ട്. ഇത് ചൂടാകുമ്പോഴത്തേനും കേട്ടോ ഇതിൻ്റെ ആ ഇഴുക്കലുള്ള സംഭവം വരുന്നത്. കുറച്ച് കഴിയുമ്പം കാണാം ഭയങ്കര ആ വഴുവഴുപ്പ് കണ്ടോ. അപ്പോൾ അത് കുഴയുന്ന കണ്ടോ കിടന്നുകൊണ്ട്. എനിക്കിങ്ങനെയാകുന്ന ഒട്ടും ഇഷ്ടമില്ല. നോക്ക്, ഒറ്റ കട്ടയായിട്ട് അതിരിക്കുന്നത്, അതിൻ്റെ അടിയിലും പിടിക്കുന്നുണ്ട്. ഈ വഴുവഴുപ്പുള്ള സംഭവം ഉള്ളതുകൊണ്ടാണ് അത് അടിയിൽ പിടിക്കുന്നത് കേട്ടോ. അപ്പം കുറേയൊക്കെ ഇപ്പം ഏകദേശം അത് കുറയാൻ വേണ്ടി തുടങ്ങി കേട്ടോ, ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ കുറച്ച് ഡ്രൈ ആകുന്ന ആ ഒരു സമയത്താണ് നമ്മൾ തേങ്ങ ഇടുന്നത് കേട്ടോ. അല്ലെങ്കിൽ ആദ്യം ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ കുഴഞ്ഞ് മറിഞ്ഞൊരു പരുവാകും. അതുകൊണ്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് ഏകദേശം അതിൻ്റെ ആ വഴുവഴുപ്പ് പോകാൻ തുടങ്ങുന്ന സമയത്താണ് നമ്മൾ തേങ്ങ ഇടുന്നത് കേട്ടോ. തേങ്ങ ഇട്ടാലും നമ്മൾ ഇളക്ക് നിർത്താൻ ഒട്ടും പാടില്ല. തേങ്ങ ഇട്ടാലും ഇത് അടി പിടിക്കും. ഇപ്പം കണ്ടോ, എൻ്റെ ചീനച്ചട്ടി കട്ടിയില്ലാത്ത ചീനച്ചട്ടി ആയതുകൊണ്ടാണ് പെട്ടെന്ന് അടി പിടിക്കുന്നത് കേട്ടോ. കുറച്ച് കട്ടിയുള്ള ചീനച്ചട്ടിയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരിക്കും. അപ്പോൾ നമ്മൾ തേങ്ങ ഇട്ടാലും പിന്നെയും നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും, ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ ഏകദേശം ഇപ്പോൾ ഇവിടെ ആയി കേട്ടോ, വെണ്ടയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്.
ഇപ്പം അധികം നല്ല ഡ്രൈ ആയിട്ടുള്ള വെണ്ടയ്ക്ക തോരനാണുള്ളത്. ഇപ്പം ഞാൻ ഉപ്പ് നോക്കുക കേട്ടോ, ഉപ്പുണ്ടോയെന്ന് നോക്കിയപ്പോൾ കുറച്ചും കൂടെ ഒരു ഉപ്പ് വേണമെന്ന് എനിക്ക് തോന്നി. എനിക്ക് മെയിനായിട്ട് എനിക്കെപ്പോഴും കുറച്ച് കൂടുതൽ ഉപ്പ് വേണം കേട്ടോ. അപ്പോൾ അമ്മ എപ്പോഴും എന്നെ വഴക്ക് പറയും, നീ അത്രയ്ക്കൊന്നും ഉപ്പിടണ്ട, ഉപ്പ് കുറച്ചിട്ടാലും കുഴപ്പമില്ല, കൂടുതലൊരിക്കലും ആകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ എപ്പോഴും എനിക്ക് അത് തിന്നത് രുചി നോക്കുമ്പോൾ കുറച്ചും കൂടെ വേണം എന്ന് എനിക്ക് തോന്നും. അപ്പോൾ ആണെങ്കിൽ ഞാൻ പിന്നെ ഇടും കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, എന്നാലും അമ്മ പറയും അമ്മയ്ക്കൊക്കെ പ്രഷർ ഉള്ളതാണ്, അതുകൊണ്ട് ഉപ്പ് എപ്പോഴും കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയും. അധികം ഭയങ്കര കുറവല്ല, എന്നാലും കുറച്ച് ഉപ്പ് കുറച്ചിടുന്നതായിരിക്കും നല്ലതെന്ന് പറയും. അപ്പം ഞാനതെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഇടയ്ക്കൊക്കെ അക്കടി പറ്റും കേട്ടോ, കുറച്ച് കൂടിപ്പോവും. അപ്പോൾ ഇപ്പോൾ നോക്ക്, നമ്മൾ അടി കൂട്ടി ഇളക്കണം കേട്ടോ, നല്ലോണം സ്പൂൺ വെച്ചിട്ട് അടി കൂട്ടി ഇളക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അങ്ങനെ ഞാൻ ഇളക്കി അവസാനം നല്ല അടിപൊളി ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അന്നേരത്തേനും ഞാൻ ഇളക്കി എൻ്റെ കൈ മടുത്തു. അപ്പോൾ എന്നാ പറയണ്ടേ, എല്ലാവരും ഇതറിയത്തില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.